بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. أوصيكم بنفسي أولا بتقوى الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകത്തിന്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹാബത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. كان الرجلان منهم إذا التقيا لا يفترقان إلا بعد أن يقرأ أحدهما على الآخر. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം. അവരങ്ങാടിയിൽ വെച്ചാകട്ടെ പുറത്ത് വെച്ചാകട്ടെ എവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പരസ്പരം അവർ പാരായണം ചെയ്യാതെ വിട പറയാറില്ല. അതുപോലെ തന്നെ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, ലൗമാ ഉൻസില ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതഉം. 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സൂറത്ത് മാത്രം മതി ജനങ്ങൾക്ക്. സൂറത്തുൽ ബഖറ, ആലു ഇംറാൻ, സൂറത്തുൽ നിസാ, അഅറാഫ്, അൻഫാൽ, അങ്ങനെ തുടങ്ങി ഓരോ സൂറത്തുകൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എത്രയോ എത്രയോ ആശയങ്ങൾ അല്ലാഹു പങ്കുവെക്കുന്ന സൂറത്തുകളാണ്. അതൊന്നും ഇല്ല എങ്കിലും മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ഈ ഒരു സൂറത്ത് മാത്രം മതി എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ നമ്മളൊക്കെ പല സമയങ്ങളിലും നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് അതിന്റെ വാക്കർത്ഥം അറിയാം, പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. ബാക്കി 113 സൂറത്തുകളിലും എന്താണോ പറഞ്ഞത് അള്ളാഹു അത് ആറ്റിക്കുറുക്കി പറഞ്ഞ ഒരു സൂറത്ത് ഉണ്ടെങ്കിൽ ഈ സൂറത്ത് മാത്രമേ ഉള്ളൂ. ഏതെന്നറിയോ? സൂറത്തുൽ അസ്ർ. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്താണ്. ഈ ഒരു സൂറത്തിനെ കുറിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത്രയും ഗൗരവത്തോടു കൂടി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അല്ലാഹു പറയാണ്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. വശംസ്, സൂര്യൻ തന്നെയാണ് സത്യം. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ് സത്യം.
ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ ഈ സത്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആ സൂറത്ത് പാരായണം ചെയ്യുക എന്നതിലുപരി അസ്ർ തന്നെയാണ്, കാലം തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോ അതിലൊന്നാമത്തെ പോയിന്റ് നമ്മൾ സത്യം ചെയ്യുക എന്ന് പറയുന്ന ഇബാദത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അൽ ഹലഫ്, സത്യം ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു ഇബാദത്താണ്. എന്ന പല ആളുകളും അതിന് ഗൗരവം കാണിക്കാറില്ല. എന്റെ 2 മക്കൾ തന്നെയാണ് സത്യം, മലക്ക് തന്നെയാണ് സത്യം, എന്റെ മാതാപിതാക്കൾ തന്നെയാണ് സത്യം, ഇന്ന വസ്തു തന്നെയാണ് സത്യം എന്ന് നമ്മൾ അറിഞ്ഞു പറയുന്നവരുണ്ട്, അറിയാതെ പറയുന്നവരുണ്ട്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അള്ളാന്റെ പ്രവാചകന്റെ ഒരു ഹദീസ് സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ യൻഹാകും അൻ തുഹ്ലിഫു ബിആബാഇകും, നിങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ച് നിങ്ങൾ സത്യം ചെയ്ത് പറയാൻ പാടില്ല. ഫമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാഹ്, ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ റബ്ബിൽ മാത്രം സത്യം ചെയ്യുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ സത്യം ചെയ്യാതിരിക്കുക. ഇനി സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം എത്രയെന്നറിയോ? മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ, അല്ലാഹു അല്ലാത്തവരിൽ ആര് സത്യം ചെയ്തോ കഫറ ഔ അശ്റക, അവൻ നിഷേധിയായി, മുശ്രിക്കായി. നഊദു ബില്ലാഹ്. മമ്പുറം തങ്ങളാണ് സത്യം, മുഹദ്ദീൻ ശൈഖാണ് സത്യം, ഇന്ന വ്യക്തിയാണ് സത്യം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും സത്യം ചെയ്ത് പറയുന്ന, അല്ലാഹു അല്ലാത്തവരിൽ സത്യം ചെയ്ത് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഫുട്ബോൾ കളി നടക്കുകയാണ്, ഒരാളെ വള്ളി വെച്ച് അല്ലെങ്കിൽ താഴത്തേക്ക് വീഴ്ത്തി അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോ അയാൾ പറയാണ്, സത്യമായിട്ടും ഞാന് അറിയാതെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന രൂപത്തിൽ അദ്ദേഹം സത്യം ചെയ്യും. അവിടെ അവൻ സത്യം ചെയ്യുന്നത് എങ്ങനെയാ? അള്ളാഹുവിൽ സത്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ഗൗരവമില്ലാത്ത രൂപത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പല ആളുകളും ഗൗരവമില്ലാതെ എല്ലാത്തിനും സത്യം ചെയ്ത് പറയാറുണ്ട്. അവര് പറയുന്നത് 90% കളവ് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്ത് പറയുമ്പോ പ്രത്യേകം പറയുന്നുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ റബ്ബിനെ ഗൗരവം കാണിക്കുന്നില്ലേ, റബ്ബിന് നിങ്ങൾ പ്രാധാന്യം കാണിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ് അൽ ഹലഫു ബില്ലാഹ്. അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. ഏത് ഘട്ടത്തിലെന്നറിയോ? ഇപ്പൊ കള്ള് കുടിക്കാത്ത ഒരാൾ കള്ള് ഷാപ്പിന്റെ മുന്നിൽ വെച്ച് അതുപോലെ ഒരാളെ കണ്ടു. അടുത്ത ദിവസം കണ്ടുമുട്ടിയപ്പോ ചോദിച്ചു, നീ ഇന്നലെ കള്ള് ഷാപ്പിന്റെ അടുത്ത് പോയിരുന്നോ? അദ്ദേഹം പറഞ്ഞു, പോയിട്ടില്ല. ഈ സത്യം പറഞ്ഞ പോയില്ലേ? സത്യോട് ഞാൻ പോയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് വിശ്വാസം വരുന്നില്ല. സത്യമെന്ന് പറഞ്ഞിട്ടും വിശ്വാസം വരാത്ത ഘട്ടത്തിൽ അത് യഥാർത്ഥ സത്യമാണെന്ന് ബോധിപ്പിക്കാൻ അല്ലാഹുവാണ് സത്യം എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ സത്യം, യഥാർത്ഥ സത്യം ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ അള്ളാഹുവിൽ സത്യം ചെയ്യാൻ പാടുള്ളൂ. വെറുതെ എങ്ങനെ അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ പാടില്ല. അൽ ഹലഫു ബില്ലാഹ്, നമ്മൾ സത്യം ചെയ്യുന്നെങ്കിൽ അല്ലാഹുവിൽ മാത്രം സത്യം ചെയ്യുക. അതിൽ രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് റബ്ബ് കാലത്തെക്കുറിച്ച്, ദുഹയെക്കുറിച്ച് ഒക്കെ റബ്ബ് സത്യം ചെയ്യുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന് അനുവാദമുള്ള വിഷയമാണ്. അത് സൃഷ്ടികൾക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ പണ്ഡിത ലോകത്ത് പിന്നെ ചർച്ച വരുന്നത് ഖുർആൻ തൊട്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. 90% പണ്ഡിതന്മാരും പറഞ്ഞത് പാടില്ല എന്നുള്ളതാണ്. 10% ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. നമ്മൾ സത്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ മാത്രമാണ്, വേറൊരാളിലും സത്യം ചെയ്യാൻ പാടില്ല. അതറിയാതെ അങ്ങനെ എന്റെ ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, 2 മലക്ക് തൊട്ട് സത്യം പറയാണ്, അതല്ലെങ്കിൽ മക്കൾ തന്നെയാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട്. ഫഖദ് കഫറ ഔ അശ്റക. അതാണ് നമ്മൾ ആ സൂറത്ത് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 2, അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി അവൻ നഷ്ടത്തിലാണ്, തീരാ നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇനി നഷ്ടപ്പെടാത്ത, നഷ്ടത്തിൽ സംഭവിക്കാത്ത ആളുകൾ എന്ന് പറയുന്നത് 4 വിഭാഗം ആളുകളാണ്, 4 സവിശേഷതകളുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. എന്താണെന്നറിയോ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന, ഏത് കൂട്ടരൊഴികെ, ആമനൂ, അല്ലാഹുവിലും റസൂലിലും മലായികത്തുകളിലും വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന ഖൈറിലും ഖദറിലും ഒക്കെ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നഷ്ടത്തിലല്ല. അതുപോലെ തന്നെ വഅമിലുസ് സ്വാലിഹാത്ത്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ. വതവാസൗ ബിൽ ഹഖ്, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ച കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വ്യക്തിയാണ്. വതവാസൗ ബിസ്സബ്ർ, ആ ഉത്ബോധനം നടത്തുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകളുമാണ്. എന്ത് 4 കാര്യങ്ങളെ സുഹൃത്തുക്കൾ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. ഈ 4 കാര്യങ്ങൾ മാത്രം മതി. വിശുദ്ധ ഖുർആനിലെ മറ്റു അധ്യായങ്ങളൊന്നും വേണ്ട. നഷ്ടം സംഭവിക്കാത്ത ആളുകളുടെ ആദ്യ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ അവർ വിശ്വാസം പുലർത്തിയ ആളുകളാണ്, യഥാർത്ഥ ഈമാനുള്ള ആളുകളാണ്. ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും ആ ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകുന്ന ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികൾ. അവർക്ക് മലായികത്തുകളിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാളിലും ഒക്കെ വിശ്വാസം വേണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നുള്ള ആ അടിസ്ഥാന വിശ്വാസം ഒരാൾക്കുണ്ടായിരിക്കണം. അവര് ഒരിക്കലും നഷ്ടക്കാരിൽ പെട്ടുപോകുകയില്ല. ഇനി രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്വാളിറ്റി പറയുന്നത് എന്താണെന്നറിയോ? വഅമിലുസ് സ്വാലിഹാത്ത്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുപോലെ തന്നെ സകാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, മറ്റു ഇബാദത്തുകൾ ഓരോന്നോരോന്നായിക്കൊണ്ട് ഫർളായതും സുന്നത്തായതും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനത്തെ വിശ്വാസികളാണ് വിജയം പ്രാപിച്ചവരെന്നറിയുമോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് നമസ്കരിക്കുന്നവരാണ്, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാത്ത ആളുകളാണ്. അവരുടെ നമസ്കാരത്തിൽ അവർക്ക് ഭയഭക്തിയുണ്ട്, മറ്റുള്ള ചിന്തകളില്ല. ഖാശിഊൻ, അവര് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളാണ് അവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹറാമാക്കി ഒന്നും അവര് ചെയ്യില്ല. അവരുടെ ജീവിതത്തിൽ മോശമായി കാണുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അല്ലാഹു അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് സകാത്ത് നിർവഹിക്കുന്നവരാണ്. അതിൽ പിശുക്ക് കാണിക്കുകയില്ല. എനിക്ക് റബ്ബ് നൽകിയ സമ്പത്ത് മുഴുവൻ എന്റേതല്ല, അതിൽ മറ്റുള്ളവരുടെ അവകാശമുണ്ട്. അതിന്റെ നിസ്വാബ് നോക്കി കൃത്യമായി സകാത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കും അവർ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരുടെ ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കുന്ന, അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുന്ന ആളുകളാണ് അവർ.
ഹറാമ് ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഅദിഹിം റാഊൻ. എല്ലാ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ അല്ലാഹു അങ്ങനെ പറഞ്ഞെടുത്ത് നമസ്കാരത്തെ കുറിച്ച് 2 പ്രാവശ്യം പറഞ്ഞു. ആദ്യം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ. അവസാനം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയാണ് വല്ലദീന ഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, തങ്ങളുടെ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാണ് ആ സൽക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ. ളുഹർ നിസ്കരിക്കും, പിന്നെ അസ്ർ ഉണ്ടാവില്ല, മഗ്രിബ് ഉണ്ടാവും, ഇശ ഉണ്ടാവില്ല, സുബ്ഹി ഉണ്ടാവും, ളുഹർ ഉണ്ടാവില്ല. നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആളുകൾ അങ്ങനല്ല, അത് തുടർച്ചയായി നിർവഹിക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇനി മാത്രല്ല, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരെ പറ്റി പറയുമ്പോൾ അവരുടെ പ്രതിഫലം എന്താണെന്നറിയോ? വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇങ്ങനെ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ ശാശ്വതരായിരിക്കും. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗ്ഗപ്പൂന്തോട്ടത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹു ആ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിദീന ഫീഹാ, അതിൽ നിത്യവാസികളാക്കി മാറ്റുകയും ചെയ്യും. ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. വനുദ്ഖിലുഹും ദില്ലൻ വലീലാ, ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്ന എല്ലാതും കൊടുക്കും. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എന്താ? നമ്മൾ വിശ്വസിച്ച വിശ്വാസത്തിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന് വേണ്ടി സൽക്രമങ്ങൾ പ്രവർത്തിക്കണം. ആ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി ആ സൂറത്തിൽ നഷ്ടം സംഭവിക്കാത്ത, നഷ്ടത്തിൽ പെട്ടുപോകാത്ത ആളുകളുടെ 3ാമത്തെ ക്വാളിറ്റിയായി പറയുന്നത് സത്യം കൈകൊള്ളാൻ പരസ്പരം ഉപദേശിച്ച ആളുകൾ ഒഴികെ. അതായത് അതിനെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ദഅവത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് തീർന്നില്ല. പല ആളുകൾ അത്രേ ഉള്ളൂ. വിശ്വാസമുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ദഅവത്ത് നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നുണ്ടോ? ബല്ലിഹു അന്നി വലൗ ബിആയത്തിൻ, എന്നിൽ നിന്നൊരു ആയത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ദഅവത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നറിയോ? മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടു, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവന്റെ കൈ കൊണ്ട് തടുക്കട്ടെ. അത് ഏതെങ്കിലും മൗലവിമാര് മാത്രമല്ല ദഅവത്ത് നടത്തേണ്ടത്, ഉസ്താദുമാര് മാത്രമല്ല ദഅവത്ത് നടത്തേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ. നമ്മൾ ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോ ആര് തിന്മ ചെയ്തു? ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോകുന്നുണ്ട്, മറ്റു തിന്മകൾ ചെയ്യുന്നുണ്ട്, ലഹരി ഉപയോഗിക്കാൻ നിൽക്കാണ്. ആ സമയത്ത് എന്താ പറയേണ്ടത്? അത് പാടില്ല. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? അവന്റെ കൈ കൊണ്ട് തടുക്കണം. അതാണ് ദഅവത്ത്.
അതിന് സാധ്യമായില്ലെങ്കിലോ നീ വ്യഭിചരിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ഈ തിന്മയിലേക്ക് പോകാൻ പാടില്ല. ഇനി മാത്രമല്ല ഒരാൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി പോവാ, ജാറങ്ങളിലേക്കും മഖബറകളിലേക്കും ദർഗകളിലേക്കും ആരെങ്കിലും നമ്മൾ അദ്ദേഹത്തോട് പറയാറുള്ളത് ശിർക്കാണ്, അവിടേക്ക് നീ പോകണ്ടെന്ന് പറയേണ്ട കടമ നമ്മുടേതാണ്. നമ്മൾ നാവ് കൊണ്ട് ദഅവത്ത് നടത്തണം. അതിനും അവന് സാധ്യമാകാത്ത ഘട്ടമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയോ? അവന്റെ ഹൃദയം കൊണ്ട് ആ തിന്മയെ വെറുക്കണം. അതിന് കഴിയാത്തവർ ഈമാനിന്റെ കണിക പോലും ഇല്ലാത്ത ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ആ ദഅവത്ത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. നമുക്ക് മനസ്സിലായ സത്യം നമ്മൾ മറ്റുള്ള ആളുകളെ അറിയിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം, ഒരു സംഘടന, ഒരു പാർട്ടി നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. എന്ത് പേരിട്ട് വിളിച്ചാലും നന്മയിലേക്ക് ക്ഷണിക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടുക്കുക. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ച ആളുകൾ. ഇനി സഹോദരങ്ങളെ, ഈ ദഅവത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയോ? ചില്ലറ കാര്യമല്ല. പ്രവാചകൻ പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ലതഅ്മുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം. വലതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കണം. ഇനി പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കേട്ടോ. ഔ ലയൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അങ്ങനെ ചെയ്യാത്തവരിലേക്ക് അല്ലാഹു കഠോരമായ ശിക്ഷകൾ ഇറക്കും. അല്ലാഹു കഠോരമായ ശിക്ഷകൾ വാഗ്ദാനം ചെയ്യും ദഅവത്ത് ചെയ്യാത്തൊരു സമൂഹത്തിൽ. എന്നിട്ട് പറയുന്നു സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബ ലക്കും, അങ്ങനെ ശിക്ഷ വന്നിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു അതിന് ഉത്തരം നൽകൂലട്ടോ. ആ ശിക്ഷകൾ സിൽസാലുകളാകാം, ഭൂകമ്പങ്ങളാകാം, തുഫാൻ പ്രളയമാകാം, പകർച്ചവ്യാധികളാകാം. ഇവിടെ ദഅവത്ത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പള്ളിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, മദ്രസകളിൽ ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളെ ആളുകൾ കേൾക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഇത് തെറ്റാണെന്ന് അറിയാതെ ആ തെറ്റിൽ മുഴുകിപ്പോയ 80% അതല്ലെങ്കിൽ 70% ആളുകൾ നമ്മുടെ കൂടെ ചുറ്റുപാടുമുണ്ട്. അവർക്കിടയിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഫൽയുഗയ്യിർ ബിയദിഹി വബിലിസാനിഹി വബിഖൽബിഹി എന്ന് പറഞ്ഞ ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? വെറുതെ ഓതി പോകേണ്ട സൂറത്തല്ല സഹോദരങ്ങളെ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 4 ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഒരു കാര്യം കൂടെ പറയാം, ആ ദഅവത്തിന്റെ പ്രാധാന്യം. മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂർ നഫ്സ് ഫാഇലിഹി. നമ്മളിപ്പോ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, മോനെ അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ്. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആൾക്ക് നിസ്കാരം പഠിപ്പിച്ചു, അതിൽ മറ്റു ഇബാദത്ത് പഠിപ്പിച്ചു. അവനവന്റെ ജീവിതത്തിൽ മരണം വരെ ആ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവന് പ്രതിഫലത്തിൽ ഒട്ടും കുറവ് വരാതെ അത് പറഞ്ഞു കൊടുത്ത് വ്യക്തിക്കും അല്ലാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 5 ദിക്ർ നിങ്ങൾ സ്ഥിരാക്കിയ നിങ്ങളുടെ മീസാൻ നിറക്കും എന്നൊരു അറിവ് നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത അദ്ദേഹം അത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മുടെ മീസാനും അയാൾ ചൊല്ലുന്നതിലൂടെ റബ്ബ് നിറക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ലഘുലേഖ കൊടുത്തു അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചു, മനസ്സിലാക്കി, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യൻ 20ാമത്തെ വയസ്സിലാണ് ആ ലഘുലേഖ കിട്ടിയതെങ്കിൽ 60 വയസ്സ് വരെ ഇസ്ലാമിൽ മുഅ്മിനായ അദ്ദേഹം ജീവിക്കാൻ കാരണമായെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? നമ്മളാണ്. അദ്ദേഹം 40 വർഷം ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം ഒക്കെ നമുക്ക് കിട്ടും. പ്രത്യേകത ഒരു പ്രതിഫലം കുറവ് വരുത്തൂല റബ്ബ്. അതിനെ നമ്മൾ ഇങ്ങനെ ദഅവത്ത് ചെയ്യുന്നത് സഹോദരങ്ങളെ. അതിന്റെ കൂടെ പ്രവാചകൻ ചേർത്ത് പറഞ്ഞു,
ഇനി ഒരാളെ വലാലത്തിലേക്ക് ക്ഷണിച്ചു, ഈ വാട നമുക്ക് അതൊന്ന് വലിച്ചു വെക്കുക, ആ ലഹരി ഒന്ന് ഉപയോഗിച്ചു വെക്കുക. നമ്മൾ ആ പറഞ്ഞത് കാരണം ആ കുട്ടി 60 വയസ്സ് വരെ 50 വയസ്സ് വരെ ലഹരി ഉപയോഗിച്ചു. അതിന്റെ തിന്മകളൊക്കെ നമ്മുടെ ഖബറിലേക്ക്, അതിന്റെ ശിക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കും. കള്ള് കുടിക്കാൻ ക്ഷണിച്ചു, അതുപോലെ തന്നെ വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിച്ചു, ശിർക്കിലേക്ക് ക്ഷണിച്ചു. അതൊക്കെ എത്ര ഗൗരവം നോക്കൂ നിങ്ങൾ. ആ നന്മ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് തിന്മ ചെയ്താല് അതിന് നേരെ ശിക്ഷ അല്ലാഹു നമുക്ക് നൽകും. മൂന്ന് ക്വാളിറ്റികളെ കുറിച്ച് പറഞ്ഞു. നഷ്ടം സംഭവിക്കാത്ത ആളുകൾ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിച്ച ആളുകൾ, ദഅവത്ത് ചെയ്ത ആളുകൾ. ഈ 3 വിഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു കൊടുത്ത ചില വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളിലായെങ്കിലും ഈ സൂറത്ത് മാത്രം മതി. അതല്ലെങ്കിൽ പ്രവാചകന്റെ സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടി പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് പരസ്പരം അവർ ഓതി കേൾപ്പിക്കുന്ന സൂറത്ത്. അതിന്റെ ആശയം അല്ലാഹു കാലത്തെ കുറിച്ച് സത്യം ചെയ്യുന്നു. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറയുന്നു, 4 വിഭാഗങ്ങൾ ഒഴികെ. അതല്ലെങ്കിൽ 4 ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ആളുകൾ ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ്. അതിൽ വിശ്വാസം പറഞ്ഞു, അതടിസ്ഥാനത്തിലുള്ള സൽക്രമങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ആ സൽക്രമങ്ങൾക്ക് അനുസൃതമായ ദഅവത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഅവത്തിന്റെ കൂടെ ചേർത്ത് വായിക്കാം. പ്രത്യേകം നമ്മള് സ്വന്തത്തെ മറന്ന് ദഅവത്ത് ചെയ്യാൻ പാടില്ല. അത് പലർക്കും സംഭവിക്കുന്ന ഒന്നാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, പക്ഷെ അതെന്ത് ചെയ്യും, മറ്റുള്ളവർ ഉപദേശിക്കും. അല്ലയോ വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അവൻ ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവില്ല, എന്നാലോ മറ്റുള്ളവരെ നമസ്കാരം പഠിപ്പിക്കും. അവന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കോപത്തിന് കാരണമാകും. അത് ദഅവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഞാനൊരു കാര്യം പറയണമെങ്കിൽ, ഞാനിപ്പോ 5 നേരത്തെ നമസ്കാരം ഒരാളോട് ഉപദേശിക്കണമെങ്കിൽ ഞാൻ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നവനായിരിക്കണം. നീ കള്ളു കുടിക്കരുതെന്ന് പറയണമെങ്കിൽ ഞാൻ കള്ളു കുടിക്കാത്ത വ്യക്തിയായിരിക്കണം. ആ ഒരു ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ എങ്കിൽ മാത്രം നമ്മൾ ദഅവത്ത് ചെയ്താൽ മതി. അത് അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. ഇനി നഷ്ടം സംഭവിക്കാത്ത ആളുകളുടെ അവസാനത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വതവാസൗ ബിസ്സുബ്ർ, ക്ഷമ കൈകൊള്ളാൻ പരസ്പരം ഉപദേശിച്ച ആളുകൾ. എന്തെങ്ങനെ പറഞ്ഞാല്, ആദ്യം വിശ്വാസം കൃത്യമാക്കി, പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു, അതടിസ്ഥാനത്തിൽ ദഅവത്ത് ചെയ്തു. ഇനി ആ ദഅവത്ത് നമ്മൾ ചെയ്യുമ്പോ ഇപ്പോഴുള്ള കാലത്തൊന്നും വല്ലാതെ പ്രശ്നമില്ല. എന്നാൽ ഈ ദഅവത്ത് ചെയ്തതിന്റെ പേരിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും നേരിട്ട ഒരു സമൂഹം മുൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാളോട് പറഞ്ഞാൽ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ സഹാബത്തിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് എവിടെ പീഡനം അനുഭവിക്കുന്നത്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ പ്രബോധനം ചെയ്താൽ എവിടെ ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സഹോദരങ്ങളെ? അങ്ങനെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മതം നമുക്ക് ദഅവത്ത് ചെയ്യാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആർക്ക് ആരുടെ മതം വേണമെങ്കിലും ദഅവത്ത് ചെയ്യാനുള്ള അനുമതി ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലും അത് സാധ്യമല്ല എങ്കിൽ ആ ദഅവത്ത് നമ്മൾ ചെയ്യുമ്പോ ഭരണാധികാരികളിൽ നിന്നാകട്ടെ മറ്റുള്ളവരിൽ നിന്നാകട്ടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അവിടെ ക്ഷമിക്കുന്ന ആളുകൾ ഒരിക്കലും നഷ്ടക്കാരിൽ പെട്ടുപോകുകയില്ല. അതാണ് വതവാസൗ ബിസ്സുബ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നെത്തിയ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾക്കും വന്നെത്താതെ. ഇതിലൊരു ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് അള്ളാഹു 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇറക്കി കൊടുത്ത ആയത്താണെങ്കിൽ, ഈ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഖുർആൻ നമുക്ക് അവതീർണമായതാണെങ്കിൽ, ഇനി ഭാവിയിൽ എന്തോ പ്രശ്നങ്ങൾ വരാനുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാഹു പറയോ, എന്താ പറഞ്ഞത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ ആളുകൾക്ക് വന്നെത്തിയ പ്രയാസങ്ങൾ ദീൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് വന്നെത്താതെ നിങ്ങൾക്ക് വരികയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ? അപ്പൊ നമുക്ക് മുൻകരുതലുകൾ വേണം. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു, ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ അവരെ ബാധിച്ചു. ഏതുവരെ അറിയോ? وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. അവരുടെ കൂടെയുള്ള പ്രവാചകന്മാര് പോലും വിറപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാര് വിറപ്പിക്കപ്പെട്ടത് എന്താ? അവര് പോലും പേടിച്ചു പോയി. അവരുടെ കൂടെയുള്ള ആളുകൾ പോലും പറഞ്ഞു പോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരിക? അത്രമാത്രം പ്രയാസങ്ങളും പീഡനങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂലിനോട് സഹാബി ചോദിക്കാണ്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം നമ്മിലേക്ക് കടന്നു വരിക? അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. മസ്സത്തുൽ ബഅസാഉ വദ്ദറാ, ഈർച്ചവാൾ കൊണ്ടുവന്ന് ശരീരം രണ്ടായി പിളർത്തപ്പെട്ടിട്ടുണ്ട്. ഇരുമ്പിന്റെ ചെറുപ്പ് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ മാംസം എല്ലുകാണുമാറ് മാന്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. കൈകാലുകൾ വ്യത്യസ്തമായി ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശിക്ഷകളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ സഹബത്തെ? അങ്ങനെയുള്ള ശിക്ഷകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു സമൂഹം കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് സമാധാനപരമായി പ്രവാചകൻ ഓതിക്കൊടുക്കാണ്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, പേടിക്കണ്ട, റബ്ബിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ ആ അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അതേത് പ്രയാസഘട്ടങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് വന്നാലും വയുസബ്ബിത് അഖ്ദാമക്കും, ആ കാൽപാദങ്ങളെ ഇസ്ലാമിൽ ഈമാനോട് കൂടി അടിയുറപ്പിച്ചു നിർത്താൻ റബ്ബ് നിങ്ങളെ സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്താ? നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഈമാൻ, സൽക്കർമ്മം, ദഅവത്ത്, അതിന്റെ പേരിലുള്ള നമ്മൾ ക്ഷമ പാലിക്കുക. അങ്ങനെ റബ്ബിനെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻസുറുക്കുമുല്ലാഹ്, ആ റബ്ബിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. നിങ്ങളുടെ കാൽപാദങ്ങളെ ഏത് ഘട്ടത്തിലും ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു സഹായിക്കും. ആ ഒരു ആശയമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അപ്പൊ നമ്മളൊക്കെ സാധാരണ മഗ്രിബിനും ചിലപ്പോൾ ചില വക്തിനൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾക്കൊക്കെ ഈ സൂറത്ത് എങ്ങനെ ഓതിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ആശയം, അതിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മറ്റുള്ള സൂറത്തുകളൊന്നും വേണ്ട, ഇത് മാത്രം ജനങ്ങൾക്ക് മതി എന്ന് അത്രമാത്രം ഗൗരവത്തോടു കൂടി പ്രവാചകൻ പഠിപ്പിക്കണമെങ്കിൽ അതിനത്രയും ഗൗരവമുണ്ട്. അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നഷ്ടം സംഭവിക്കാത്ത വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമ്മൾ നിറവേറ്റുക. ആ വിശ്വാസത്തിന് അടിസ്ഥാനമായി നമ്മൾ പ്രവർത്തിക്കുക. ആ പ്രവർത്തിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ആ പകർന്നു കൊടുക്കുമ്പോഴുള്ള പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമ പാലിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നഷ്ടത്തിലല്ല. ബാക്കി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടക്കാരിൽ പെട്ടുപോയവരാണ്. അല്ലാഹു അത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ കടം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.